ഹലോ ഗായ്സ്, എല്ലാവർക്കും സഫീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോ നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്ന വളരെയധികം കൊടുക്കുന്നൊരു ഫുഡാണ്. വേറെ നല്ല നമ്മുടെ പഴഞ്ചോറല്ലേ, സാധാ പഴഞ്ചോറ്. അതിൽ നമ്മൾ തവിടിട്ടാണ് കൊടുക്കാറ്. അതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ് ന്യൂറോബയോൻ്റെ ടാബ്ലറ്റ്. വൈറ്റമിൻ്റെ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. കണ്ടോ, ന്യൂറോബയോൺ ഫോർട്ട് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് നമുക്കെല്ലാം മനുഷ്യരെല്ലാം കഴിക്കുന്നതാണ്. അത് ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ രണ്ട് ടാബ്ലറ്റ് നമ്മൾ നല്ലോണം പൊടിച്ച് ഇപ്പോൾ ഒരു പാത്രത്തിലിട്ട് നല്ലോണം പൊടിച്ചതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്ത് കലക്കി വെക്കും. അതിന് ശേഷം നമ്മൾ കാൽഷ്യം ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽസ്യപ്പൊടി, പശുവിനും എല്ലാത്തിനും കൊടുക്കുന്ന കാൽസ്യപ്പൊടി ഉണ്ട്. അത് ഒരു സ്പൂണും കൂടി അതിലിട്ട് മിക്സ് ചെയ്ത് വെക്കും. ഈ മിക്സ് ചെയ്ത് വെച്ച മിക്സ്ചർ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ പഴഞ്ചോറിലോട്ട് ഇനി നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ കാൽഷ്യം ഡിയും ന്യൂറോബയോൺ ഫോർട്ടും കൂടി മിക്സ് ചെയ്തേക്കുന്നതാണ്. 2 ന്യൂറോബയോൺ ടാബ്ലറ്റും 1 സ്പൂൺ കാൽസ്യം പൊടിയും കൂടിയാണ്. ഇപ്പോൾ ആ ബോട്ടിൽ കുറവാണ്, പക്ഷേ ഞാൻ വേറെ ഇടുന്നുണ്ട്. അവസാനം നമുക്ക് കണ്ടാൽ ഞാൻ മനസ്സിലാവുന്നതാണ്. കണ്ടോ, നമ്മളത് കലക്കിയിട്ട് നല്ലോണം കലക്കി കാൽസ്യപ്പൊടി അടിയിൽ ഊറുന്നതാണ്. അപ്പോൾ ഊറാണ്ട് നമ്മൾ അത് ഇളക്കി നമ്മൾ എന്ത് ചെയ്യുക, ചോറിലിട്ടിട്ട് ചോറിൽ നല്ലോണം ഇട്ട് ചോറ് കുഴക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലോണം എല്ലാ സ്ഥലത്തും. ഈ കാൽസ്യപ്പൊടിയുടെയും ന്യൂറോബയോണിൻ്റെ കിട്ടാൻ വേണ്ടി നമ്മൾ വേഗം നല്ലോണം മിക്സ് ചെയ്യുക. അതിന് ശേഷം ഗോതമ്പ് തവിട് ഇട്ട് കുഴച്ച് അത് നല്ലോണം കുഴതാക്കിയിട്ട് നമ്മൾ കോഴികൾക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ഇങ്ങനെ കാൽസ്യപ്പൊടിയും ന്യൂറോബയോൺ ഫുഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോഴികളുടെ മറ്റേ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി, അപ്പോൾ ഈ തമ്മിൽ പൂട കുത്തിത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അധികം കാൽസ്യം, ശരീരത്തിന് കാൽസ്യം ഭയങ്കരമായിട്ട് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കാല് തളർന്ന് പോകും. അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട്. നമ്മുടെ ഒരു കോഴിക്ക് കയറാൻ പറ്റിയിട്ടുണ്ട്. അതായത് നമുക്ക് കുറച്ച് നാളായിട്ട് കൊടുക്കൽ കുറവായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾക്കും നല്ല കളറും നല്ല ഗ്രോത്തും കിട്ടാൻ ഈ ന്യൂറോബയോൺ ഫുഡ് വൈറ്റമിൻ ബി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂറോബയോൺ ഫുഡ് എല്ലാം നല്ലതാണ്. അപ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് തൊട്ട് എല്ലാവർക്കും നമ്മൾ കൊടുക്കും. ഇതിപ്പോൾ 1 മാസമായ കുഞ്ഞുങ്ങളാണ്. അവരൊക്കെ നല്ല ആക്രാന്തത്തോടെ കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ വീഡിയോ ഇപ്പോൾ നമ്മളെടുത്ത് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും തിന്ന് റെഡി ആയിട്ട് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതാണ് ഈ 3 ആഴ്ചയായ കുഞ്ഞുങ്ങൾ, അവർക്കും കൊടുക്കുന്നുണ്ട്. അവർ അത്യാവശ്യം നല്ലവണ്ണം കഴിക്കും. നമ്മളിത് പിന്നെ ഈ തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ കാലത്ത് തന്നെ, അതായത് തണുപ്പുള്ള സമയത്ത്, മഞ്ഞ സമയമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് അത്യാവശ്യം രാവിലെ തണവെല്ലാമാണല്ലോ. അപ്പോൾ ആ ടൈമിൽ കൊടുക്കാണ്ടിരിക്കുക. കാരണം തണവുമ്പോൾ ചിലപ്പോൾ തൂക്കി പിടിച്ച് നിൽക്കും. നമ്മൾ ഉച്ച സമയത്താണ് ഇത് കൊടുക്കാറ്. അപ്പോൾ ഇത് ഉച്ചക്ക് കൊടുക്കുമ്പോഴേക്കും നല്ല തണവ് ഉള്ളതുകൊണ്ട് അത് ഇട്ടിങ്ങനെ നല്ലതുമാണ് താനും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. നമ്മളിത് എല്ലാവർക്കും ഈ ഫുഡ് കൊടുക്കുന്നുണ്ട്. തള്ളമാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇതാണ് ഞാൻ പറഞ്ഞ തളർന്ന് നടക്കുന്ന വഴി. അവളും തിന്നുന്നുണ്ട്, അവൾ ഉഷാറായി വരുന്നു. ഫാൻസിക്കും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.